നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. 88 വർഷത്തിന് ശേഷം സ്വിറ്റ്സർലൻഡ് ഒരു നോക്കൌട്ട് മത്സരം ജയിച്ചിരിക്കുന്നു. അവർ അൾജീരിയയെ ഈ ലോകകപ്പിലെ പ്രീ ക്വാർട്ടറിൽ എത്തി അൾജീരിയയെ തോൽപ്പിച്ചുകൊണ്ട് എതിരില്ലാത്ത 2 ഗോളിനാണ് അൾജീരിയയെ തോൽപ്പിച്ചത്. റൗണ്ട് ഓഫ് 32-ൽ ഇന്ന് നടന്ന മത്സരത്തിൽ 10ാമത്തെ മിനിറ്റിൽ എംബോളോ ആദ്യ ഗോൾ അടിച്ചു സ്വിറ്റ്സർലൻഡിന് വേണ്ടി. പിന്നീട് 46ാമത്തെ മിനിറ്റിൽ എൻഡോയെ ആണ് രണ്ടാമത്തെ ഗോൾ അടിച്ചത് സ്വിറ്റ്സർലൻഡിനെ. പിന്നീട് അങ്ങോട്ട് സ്വിറ്റ്സർലൻഡിന് ഗോളൊന്നും അടിക്കാൻ പറ്റിയില്ല. അൾജീരിയ പരമാവധി ശ്രമിച്ചു, അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നോക്കി, പക്ഷേ അവർക്ക് ഒരു ഗോളെങ്കിലും തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ഏകപക്ഷീയമായിരുന്നു മത്സരം എന്ന് തന്നെ പറയാം. സ്വിറ്റ്സർലൻഡ് ആധിപത്യം ഉണ്ടായിരുന്നു. ആ ആധിപത്യം 2 ഗോളിൽ ഒതുങ്ങി എന്നുള്ളതാണ്. അതേസമയം അൾജീരിയക്ക് നല്ല മികച്ച ചില അവസരങ്ങൾ കിട്ടി, പക്ഷേ അവർ ഗോളടിക്കുന്നതിൽ പരാജയപ്പെട്ടു. സ്വാഭാവികമായിട്ടും തുല്യശക്തികളുടെ പോരാട്ടമായിരിക്കും എന്ന് കരുതിയിരുന്നു, പക്ഷേ സ്വിറ്റ്സർലൻഡിന്റെ മുൻതൂക്കം ഉണ്ടായിപ്പോയി. കളിയിൽ അവർ ആ മുൻതൂക്കം 2 ഗോളായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അൾജീരിയയെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമാണ് ഈ ഫലം. കാരണം അൾജീരിയക്ക് തോൽപ്പിക്കാവുന്ന ഒരു ടീമായിരുന്നു സ്വിറ്റ്സർലൻഡ്, പക്ഷേ അവർ അതിൽ പരാജയപ്പെട്ടു. കിട്ടിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു.